Hello guys, welcome back to Pumpkin Talks. Guys, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് ജോബ്സ് എന്നുള്ളതാണ്. അപ്പൊ സ്പെഷ്യലി അതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോബ് നേടാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പൊ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ജോബ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ഫസ്റ്റ് ജോബ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡ്രീം ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു രീതിയിലും ഒരു ജോബ് കിട്ടുന്നില്ല, അപ്പൊ എങ്ങനെ ചെയ്യണം എന്നറിയില്ല, അവിടെ ആരെയും പരിചയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഷുവർലി വർക്ക്ഔട്ട് ആവും. സോ ഇനി കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഫസ്റ്റ് ഇപ്പൊ ഏതാണ് നല്ലൊരു എടുത്ത് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മെയിൻ IT പാർക്സ് ആണ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക്. അപ്പൊ നമ്മളുടെ ഇൻഫോ പാർക്കിലെയും അതുപോലെ തന്നെ ടെക്നോ പാർക്കിനെയും വെബ്സൈറ്റ്സ് ഫോളോ ചെയ്യാം. അപ്പൊ ഈ വെബ്സൈറ്റ്സ് നമ്മൾ എപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെപ്പോഴും ജോബ് പോസ്റ്റിംഗ്സ് ഇടും. അതായത് ഫ്രഷേഴ്സിന്റെ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ജോബ് പോസ്റ്റിംഗ്സ്, അതായത് കമ്പനീസ്, അവിടെയുള്ള കമ്പനീസിന്റെ ജോബ് പോസ്റ്റിംഗ്സ് ഇടും. അപ്പൊ നമ്മൾ അതിനോട് എപ്പോഴും റീസെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ജോബ് ഓപ്പണിങ്സ് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ജോബ് കിട്ടാൻ പറ്റും. അപ്പൊ അതാണ് നമ്മളുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണ്? ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ ഇത് നമ്മൾ എന്റർടൈൻമെന്റിന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പൈസയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നല്ല ജോബ്സ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ പ്രൊഫൈൽസ് ഉണ്ട് സോഷ്യൽ മീഡിയസിലെല്ലാം, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വിവിഡ് കമ്പനീസ്, വെറൈറ്റീസ് ഓഫ് കമ്പനീസ്, ഇവിടെ എല്ലാം ഉള്ള കമ്പനീസ് അവിടെ വന്നിട്ട് ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കമ്പനീസിനും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ട്. അപ്പൊ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ ഇവർക്ക് എല്ലാവർക്കും പ്രൊഫൈൽസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അവർ ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്, സ്പെഷ്യലി ലിങ്ക്ഡിൻ. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്യുക, ലിങ്ക്ഡിൻ. അപ്പൊ ലിങ്ക്ഡിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവരെല്ലാവരും അവരുടെ ഒരു പേജ് വളർത്തുന്നതിനും ഫോളോവേഴ്സ് കൂട്ടുന്നതിനും അവർക്ക് വിസിബിലിറ്റി കിട്ടുന്നതിനും ഒക്കെ ഈ പ്രൊഫൈൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലിങ്ക്ഡിനിൽ അവരെല്ലാവരും ജോബ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് അതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ജോബിന് വേണ്ടിയിട്ട് ആ കമ്പനിന്ന് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടോ അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ടോ ഒന്നും ഒരു തെറ്റില്ല. കാരണം അവർക്കും അതാണ് വേണ്ടത്, നമുക്കും അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് വേണ്ടത്. സോ ഈ പ്രൊഫൈൽസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. സോ ജോബ്സ് ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇനി ഒരു തേർഡ് ടിപ്പ് ഏതാന്നുള്ളത് നമുക്ക് അതിനടുത്ത് ചോദിക്കാം. ഓക്കെ, തേർഡ് ടിപ്പ് പറയുന്നതിന് മുന്നേ ഈ ലിങ്ക്ഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ എപ്പോഴും ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആക്കി വെക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കോളേജിലുള്ള ഫാക്കൽറ്റീസ് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പം എന്റെ കേസിൽ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ അപ്പൊ നമ്മള് PGക്ക് ലിങ്ക്ഡിൻ വേണം, ഇവരൊക്കെ ഒരു പ്ലേസ്മെന്റ് സമയമാകുമ്പോ പറയും. അങ്ങനെയാണ് പലരും ലിങ്ക്ഡിൻ ഒന്ന് തുറന്നു നോക്കിയും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് പലർക്കും ഇല്ലാത്തവർ ഓപ്പൺ ചെയ്യുന്നത്, ഉണ്ടായിരുന്ന ഒരു പാസ്വേഡ് പോലും ഓർമ്മയില്ലാത്തവരാണ്. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു വരെ. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോ ആഡ് ഓൺ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആക്കുക. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നമ്മളിപ്പോ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കോളേജ് ടൈമിൽ. അപ്പൊ പ്രൊജക്ട്സ് ചെയ്തേക്കുന്നത് എന്താണ്, അതിന് ടെക് ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടോ, എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുക. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നമ്മൾ സ്കിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് എൻഡോസ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് കുറെ എൻഡോസ്മെന്റ് കിട്ടുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുള്ള ആ ഒരു ഇംപ്രഷൻ വരും. അപ്പൊ നമ്മളുടെ ഇപ്പം റെസ്യൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ മെയിൽ ID കൊടുക്കും, നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കും, പിന്നെ നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ഒരു ലിങ്കും കൂടെ കൊടുക്കും. അപ്പൊ അവർക്ക്, അതായത് റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരു ധാരണ കിട്ടും. അപ്പൊ എപ്പോഴും നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആക്കി വെക്കാൻ നോക്കുക. ഒരു ചെറിയൊരു ടിപ്പാട്ടോ. അല്ലു പറഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് ആക്ച്വലി ഈ മറ്റേ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടിപ്പിന്റെ കൂടെ തന്നെ കൂട്ടി ചേർക്കാവുന്ന ടിപ്പ് തന്നെയാണ്. അപ്പൊ നമുക്കിനി അടുത്തത് മൂന്നാമത്തേലേക്ക് പോവാം. മൂന്നാമത്തെന്ന് പറയുന്നത് ഇമെയിൽ, കോൾ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ്. ഇത് മൂന്നും നമ്മൾ ഒറ്റ സെറ്റായിട്ട് പറയുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് മൂന്നും യൂസ് ചെയ്യാം. ഏതാണ് വർക്ക് ആവുക എന്ന് പറയാൻ പറ്റില്ല, അത് ഓരോ കമ്പനീസിലും ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിന്റെ സൈറ്റ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലിങ്ക്ഡിൻ പേജിലോ ഒക്കെ നിങ്ങളൊരു ജോബ് കാണുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഇമെയിൽ ID എടുക്കുക. HR-ന്റെ ഇമെയിൽ ID എടുത്തിട്ട് നിങ്ങൾ ആക്ച്വലി അതിലേക്ക് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമാണ് നിങ്ങൾ വൃത്തിയായിട്ട് നീറ്റ്ലി പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം അയക്കാം. ഈ റെസ്യൂം അയച്ചു കഴിയുമ്പോഴേക്കും അവർ നിങ്ങളെ നോക്കാനുള്ള ചാൻസസ് ഹയർ ആയിരിക്കും. ഇനി രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഡയറക്റ്റ് കോൾ ചെയ്യാം. ഇത് നിങ്ങൾ നേരെ വിളിച്ചിട്ടൊരു ജോബ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഇമെയിൽ പ്രൊഫഷണലായിട്ട് അയച്ച് അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം
നിങ്ങൾ ഇപ്പോഴും ആ ജോബ് ഓപ്പൺ ആണോ നോക്കുക ഒരു 4-5 ദിവസത്തിന് ശേഷം. എന്നിട്ടും സ്റ്റിൽ അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പറയാം ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതുവരെ ഒരു കോൾ വന്നില്ല, അപ്പൊ നിങ്ങൾ സ്റ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. ബിക്കോസ് ജോബ് കിട്ടാന്നുള്ള നമ്മുടെ ആവശ്യമാണ്. അവർക്ക് റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഒരു കമ്പനിയിൽ വിളിച്ചിട്ട് ജോബ് ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല, അവർ പോസ്റ്റ് ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിൽ സെറ്ററായിട്ട് മാച്ച് ആവുന്നതുകൊണ്ടാണ്. അതിനകത്ത് ഒരു തെറ്റോ നാണക്കേടോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് 2 സെറ്റിൽ യൂസ് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ റിക്വയർമെന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ HR-ന് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമ്പനിയിലുള്ള ഡയറക്റ്റ് ഒരാൾക്ക് മെസ്സേജ് അയക്കാം. ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു ഡ്രീം കമ്പനി ഉണ്ട്, ആ ഡ്രീം കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കാം. അതായത് ഞാൻ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഈ കമ്പനിയിൽ ജോബ് കിട്ടാനുള്ള എൻ്റെ ഒരു ജീവിതാഭിലാഷമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് കുറച്ച് കത്തിയും കുറച്ച് സൂചിപ്പിക്കലും പഠിപ്പിക്കും അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ജോബ് വരുന്ന സമയത്ത് എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അയച്ച് നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ആ കണക്ഷൻസ് നിങ്ങൾ ഡെഫിനറ്റ്ലി എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് മുമ്പോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു 3ാമത്തെ ടിപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 4ാമത്തെ ടിപ്പിലേക്ക് പോകാം. എന്താണ് 4ാമത്തെ ടിപ്പ്? ഓക്കെ, 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ ടെക്നോപാർക്കിന് ഒരു ആപ്പ് ഉണ്ട്, മൈ ടെക്നോപാർക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നേരെ പോയി പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കമ്പനീസിന്റെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ അതിലും ലിസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് വെബ്സൈറ്റിൽ പോകാൻ മടിയുള്ളവർക്ക് ഈ ആപ്പ് ഉണ്ടെങ്കിൽ നേരെ ആപ്പിൽ പോവുക, ഓപ്പണിങ്സ് ഉണ്ടാവും, അവിടെ നിന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം റെഗുലർ ആയിട്ട് ആപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഒരുപാട് ആപ്സ് ഫോണിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ജോബ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ആളുകൾക്കൊക്കെ അറിയാം. എന്നാലും പലരും മടി കൊണ്ടും ചെയ്യാറില്ല, പലരും ഇതൊന്നും യൂഷ്വലി അങ്ങനെ ഫോളോ ചെയ്ത് പോകാറില്ല. എന്നിട്ട് നമ്മളും കാണാറുണ്ട് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരു ജോബ് കിട്ടിയില്ല, അപ്ലൈ ചെയ്ത് ഇതുവരെ വരുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പഠിച്ചിട്ട് നല്ല രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നല്ല മാർക്ക് ഉണ്ടായിട്ടും ജോബ്സ് കിട്ടാത്ത ഒരുപാട് പേര് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കാണാൻ നമ്മൾ ഇത് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൂടെ ജോബ് കിട്ടിയില്ലെങ്കിൽ ജോബ് കിട്ടാൻ ഭയങ്കര പാടാന്നാണ് നമ്മളെ മൊത്തത്തിൽ എല്ലാവരും വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, ആരും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ജോലി തരത്തില്ല. അപ്പൊ നമ്മൾ കുറച്ച് ടൈം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ജോലി കിട്ടും. നമ്മൾ എത്രയും പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവർക്കുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെയിൽ അയക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലും മതി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.